Hi everyone, welcome back to Harrison Academy. I am Rizwan Ramzan Ahmad. This is our YouTube marketing series continuation. So, ചില സമയത്ത് യൂട്യൂബിൽ നിങ്ങൾ ഫോട്ടോസ് കാണാറുണ്ട്. പക്ഷേ യൂട്യൂബ് എന്ന് പറയുന്നത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ആൾക്കാർ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നത്? ആൻസർ വളരെ സിമ്പിളാണ്. അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ടാബ് എന്നുള്ള ഒരു ഫീച്ചറാണ്. സോ എന്താണ് കമ്മ്യൂണിറ്റി ടാബ്? സോ ലെറ്റ്സ് സേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വീഡിയോൻ്റെ പ്രോമോ അല്ലെങ്കിൽ ഒരു അനൗൺസ്മെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് അപ്ഡേറ്റ് കൊടുക്കണം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ടെങ്കിൽ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ജനറലി നമ്മൾ ഫോട്ടോസ് ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സംഭവം കാണാറില്ല. പക്ഷേ യൂട്യൂബിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ ടോപ്പ് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് എന്നുള്ള ഒരു സെഗ്മെന്റ് അവിടെ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംഗിൾ ഫോട്ടോയോ അതല്ല മൾട്ടിപ്പിൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ എന്താണ്ട് അവിടെ നിങ്ങൾക്ക് പോസിബിൾ ആണ്. സോ ലെറ്റ്സ് നിങ്ങൾക്ക് നിങ്ങൾ പുതിയൊരു എപ്പിസോഡ് വരികയാണ്. അപ്പോൾ നിങ്ങൾ പറയണം 7 മണിക്ക് ഒരു സംഭവം നടക്കാനുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, ഒന്ന് സ്റ്റേ ട്യൂൺഡ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻഫോം ചെയ്യാണ്. ഇനി അതൊന്നല്ലാന്നാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് അവിടെ വന്നു, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതും എന്ത് ചെയ്യാം, നിങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് അത് എത്തിക്കാനായിട്ട് സാധിക്കും. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജനറലി ഒരു യൂട്യൂബ് വീഡിയോ ആൾക്കാർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഫീഡിലേക്ക് ഇംപ്രഷനായിട്ട് അത് വരും. പക്ഷെ ബിയോണ്ട് ദാറ്റ് ആൾക്കാർ ആ വീഡിയോ ക്ലിക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഡിപ്പെൻഡ്സ് ഓൺ ലോട്ട് ഓഫ് അതർ ഫാക്ടേഴ്സ്. പക്ഷേ ഒരു പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആസ് യൂട്യൂബ് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ കാണുന്ന സമയത്ത് ആൾക്കാർ അത് ക്ലിക്ക് ചെയ്യാനും എൻഗേജ് ചെയ്യാനുള്ള ഒരു പ്രവണത കൂടുതലാണ്. ആൻഡ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നമുക്ക് മനസ്സിലായിട്ടുള്ളത് കമ്മ്യൂണിറ്റി പോസ്റ്റിന് ഒരു ആവറേജ് ആയിട്ട് എന്തായാലും കുറച്ച് ആൾക്കാർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, എൻഗേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വിച്ച് ഇസ് അഗൈൻ എ ഗുഡ് തിങ് ടു ഗ്രോ ദ ചാനൽ. അതായത് ഓൾറെഡി നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു എക്സ്ട്രാ വാല്യൂ അഡീഷൻ എന്നുള്ള രീതിയിലായിട്ടാണ് കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ആഡ് ഓൺ എന്നുള്ളതിൽ തന്നെയാണ് അതിന്റെ നെയിമിംഗ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ഇതുവരെ കമ്മ്യൂണിറ്റി ടാബ് യൂസ് ചെയ്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയിട്ട് ഒരു പോസ്റ്റോ എന്തെങ്കിലും ഒരു കാര്യം പോസ്റ്റ് ചെയ്തിട്ട് just check it out and let us know in the comment box. Until we see next time, just take care, stay tuned and zero pitches.